ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ഇങ്ങനെ കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല. ഇത് ബട്ടർ ചിക്കൻ. സാധാരണഗതിയിൽ നമ്മൾ ചിക്കൻ വാങ്ങുമ്പോൾ ഒന്നിലത് കറിയാക്കും അല്ലെങ്കിൽ ഇത് ഫ്രൈ ആക്കും. പക്ഷേ എന്തെങ്കിലും ഒരിക്കലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പുറത്തൊന്നും വാങ്ങേണ്ട കാര്യമില്ല. നോക്കാം എങ്ങനെയാണെന്ന്. ഇത് ചിക്കൻ പീസസ് കഴുകി വൃത്തിയാക്കിയതാണ്. ചിക്കൻ പീസ് ബോണായാലും ബോൺലെസ് ആയാലും ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർ എന്തെങ്കിലും ബോൺലെസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇത് പേസ്റ്റ് ആക്കുക. എന്നിട്ട് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു നാരങ്ങ എടുത്ത് കട്ട് ചെയ്ത് അതിൻ്റെ ജ്യൂസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ജ്യൂസ് സ്ക്യൂസ് ചെയ്തത് കൈ വെച്ചിട്ടാണ്. അത് കാരണം അതിൻ്റെ കുരുവൊക്കെ താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നാരങ്ങയുടെ കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ് ഇത് മാറ്റി വെച്ചേക്കാം. പിന്നെ ഇതിനകത്ത് ചേർത്ത മുളകിൻ്റെ കണക്ക്, സാധാരണഗതിയിൽ നമ്മുടെ ബട്ടർ ചിക്കൻ ഒരു ഓറഞ്ച് കളറാണ്. അപ്പോൾ കളറിന് മാത്രം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് തന്നെ മതിയാവും. പക്ഷേ കുറച്ചൊരു എരിവിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വന്നാലേ ചിക്കൻ ഒരു ഗുമ്മുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അത് കാരണം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചു. അരമണിക്കൂറിന് ശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. ഇത് അൺസോൾട്ടഡ് ആണ് ബട്ടറാണ്. 100 ഗ്രാം എടുത്തത്. അതിനെ 3 പോർഷനാക്കി 1 പോർഷൻ ഇവിടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ബട്ടർ മെൽറ്റായതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഫ്രൈ ചെയ്യുന്നതിനും 2 പാകം. നമുക്ക് ഷാലോ ആയിട്ട് ആദ്യം ഫ്രൈ ചെയ്ത് നമുക്ക് കറിയാക്കിയിട്ട് പിന്നെ അത് വേവിച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം എടുത്ത് പതിയെ നല്ലതായിട്ട് വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് രണ്ടുമാണ്. ഞാൻ പക്ഷേ രണ്ടാമത്തെ രീതിയാണ് ചെയ്തത്. വളരെ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ച് ഒന്ന് മൂപ്പിച്ചെടുത്തു ചിക്കന്. നല്ല സോഫ്റ്റായിട്ട് തന്നെ അപ്പോൾ ചിക്കൻ കിട്ടും. കറക്റ്റ് പാകമാണ്. മാറ്റി വെച്ചു. ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. നമ്മുടെ ബട്ടറിൻ്റെ 2ാമത്തെ പോർഷൻ അൺസോൾട്ടഡ് ബട്ടറാണ്, അത് ഓർക്കുക. 2ാമത്തെ പോർഷൻ ഇവിടെ ചേർത്ത് കൊടുത്തു. ബട്ടർ നന്നായിട്ട് മെൽറ്റായതിന് ശേഷം ഇതിനകത്തേക്ക് ഗ്രേവിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ആദ്യം ഞാൻ ആഡ് ചെയ്യുന്നത് സവോളയാണ്. ഒരു 3 സവോള എടുത്തിട്ടുണ്ട്. സ്ലൈസ് ചെയ്തു ചേർത്ത് കൊടുത്തു. ഒന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് നല്ലതായിട്ടായില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഇതിനകത്തേക്ക് പച്ചമുളക്. ഈ പച്ചമുളക് ഓപ്ഷനിലാണ് കേട്ടോ. എരി ഇച്ചിരി ഒന്ന് വേണമെന്നുള്ളവർക്ക് മാത്രം പച്ചമുളക് ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 10-15 കശുവണ്ടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് വഴന്നു തുടങ്ങുമ്പോൾ തന്നെ ഇതിനകത്തേക്ക് 2 ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ടൊമാറ്റോയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ വേവിച്ചെടുക്കുക എന്ന് മീൻസ് ഇത് ഈ ടൊമാറ്റോയുടെയും ഉള്ളിയുടെയൊക്കെ നീരിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അങ്ങനെ കിട്ടിയാൽ മാത്രമേ നമ്മൾ ഈ ചേർത്ത കശുവണ്ടിയൊക്കെ നന്നായി സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ ഇങ്ങനെയല്ല ചേർക്കുന്നത്. ഈ വേവിച്ചെടുത്തതിനെ അരച്ച് പേസ്റ്റാക്കിയിട്ടാണ് ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കാൻ പറഞ്ഞത്. ഇനി അതിനൊരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് ഒരു 1/4 സ്പൂൺ കറുകപ്പട്ട പൊടിച്ചതും 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഇതുപോലെ. എന്നിട്ട് നമ്മൾ നേരത്തെ ഇത് വഴറ്റി അതേ കടായിലേക്ക് തന്നെ നമ്മൾ ഈ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ചെറിയ ചൂടിലൊന്ന് തിളപ്പിച്ചെടുക്കുക. തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇവിടെ ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് ബട്ടർ ചിക്കൻ ആ ടേസ്റ്റ് കൊടുക്കുന്നത് കസൂരി മേത്തി ലീവ്സാണ്. കണ്ടോ, ഇത് കസൂരി മേത്തി നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്ത് നമ്മുടെ 3ാമത്തെ പോർഷൻ ബട്ടർ, ഞാൻ പറഞ്ഞു 100 ഗ്രാം ബട്ടറിനെ ഞാൻ 3 പോർഷനാക്കി വെച്ചിട്ടുണ്ട്. ആ 3ാമത്തെ പോർഷൻ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മുടെ ബട്ടർ ചിക്കൻ ഏകദേശം റെഡിയായി. ഇനി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ് ഫ്രഷ് ക്രീം. അതായത് നമ്മൾ ഇതിനകത്ത് എരിവുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്. അപ്പം ഒരു മധുരം കൂടി ഉണ്ടെങ്കിലേ ബട്ടർ ചിക്കൻ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നതാണ് ഫ്രഷ് ക്രീം. നമ്മുടെ ബട്ടർ ചിക്കൻ്റെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി ഇത് ഗാർണിഷ് ചെയ്യാൻ ഇവിടെ നമ്മൾ ഫ്രഷ് ക്രീം തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്ത്, നമ്മളെപ്പോഴും ബട്ടർ ചിക്കൻ ഈ ഒരു ഫോമിലല്ലേ കണ്ടിട്ടുള്ളൂ ഗാർണിഷൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഗാർണിഷ് ചെയ്തതേ ഉള്ളൂ. ഗാർണിഷ് ചെയ്തില്ലെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ബട്ടർ ചിക്കൻ എല്ലാ ഡിഷസ്, അത് ചപ്പാത്തിക്കൊപ്പം ആയിരുന്നാലും നമ്മുടെ ചോറിനൊപ്പം ഒക്കെ പോകുന്നൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ പേജസൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യുക. അവിടെ ഞാൻ ഇതുപോലെ കുറേ കുഞ്ഞു വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും ടേക്ക് കെയർ. ബൈ.